ചെയ്യുന്നു. വാണിടും ഞാനൻ പ്രിയൻ കൂടെന്നും, വാണിടും ഞാനൻ പ്രിയൻ കൂടെന്നും, ആനന്ദഗാനം പാടി ആനന്ദഗാനം പാടി ആനന്ദഗാനം പാടി ആനന്ദഗാനം പാടി. ഈ മരുഭൂവിലൻ പ്രിയനായി സഹിച്ച, ഈ മരുഭൂവിലൻ പ്രിയനായി സഹിച്ച ക്ലേശങ്ങൾ നീങ്ങിടുമേ, ആ ക്ലേശങ്ങൾ നീങ്ങിടുമേ, ക്ലേശങ്ങൾ നീങ്ങിടുമേ, ആ ക്ലേശങ്ങൾ നീങ്ങിടുമേ. ദൂതന്മാർ പോലും വീണു വണങ്ങും, ദൂതന്മാർ പോലും വീണു വണങ്ങും, എന്തു മഹാത്ഭുതമേ, ആ എന്തു മഹാത്ഭുതമേ, എന്തു മഹാത്ഭുതമേ, ആ എന്തു മഹാത്ഭുതമേ. നിർമ്മല കന്യകയായി വേളി ചെയ്യുവാൻ, നിർമ്മല കന്യകയായി വേളി ചെയ്യുവാൻ വേഗം വരുന്നവനേ, ആ വേഗം വരുന്നവനേ, വേഗം വരുന്നവനേ, ആ വേഗം വരുന്നവനേ. നൃത്തം ചെയ്യും ഞാൻ കുഞ്ഞാട്ടിൻ പിൻപേ, നൃത്തം ചെയ്യും ഞാൻ കുഞ്ഞാട്ടിൻ പിൻപേ, നിത്യമേച്ചിൽ പുറത്ത്, ആ നിത്യമേച്ചിൽ പുറത്ത്, നിത്യമേച്ചിൽ പുറത്ത്, ആ നിത്യമേച്ചിൽ പുറത്ത്. പല പല സൗധങ്ങൾ പണി ചെയ്തിട്ടുണ്ടതിൽ, പല പല സൗധങ്ങൾ പണി ചെയ്തിട്ടുണ്ടതിൽ, പാടുകേളാകുന്നു വാഴും, ആ പാടുകേളാകുന്നു വാഴും. മിനുമീനെ മിന്നുന്ന പൊന്മുഖം കണ്ടും, മിനുമീനെ മിന്നുന്ന പൊന്മുഖം കണ്ടും, തൃപ്തിയടഞ്ഞിടുമേ, ആ തൃപ്തിയടഞ്ഞിടുമേ, തൃപ്തിയടഞ്ഞിടുമേ, ആ തൃപ്തിയടഞ്ഞിടുമേ. മുത്തുകളേറ്റും അലങ്കൃതമായ, മുത്തുകളേറ്റും അലങ്കൃതമായ ഗോപുരമാളികയിൽ, ആ ഗോപുരമാളികയിൽ, സ്വച്ഛ സ്ഫടികത്തിനൊത്ത പളുങ്കിൽ, സ്വച്ഛ സ്ഫടികത്തിനൊത്ത പളുങ്കിൽ, തെരുവീതി കണ്ടിടാമേ, ആ തെരുവീതി കണ്ടിടാമേ. ഉള്ളം കൊതിക്കുന്ന ഭാഗ്യത്തിലെത്താൻ, ഉള്ളം കൊതിക്കുന്ന ഭാഗ്യത്തിലെത്താൻ നിമിഷങ്ങൾ മാറിക്കടന്ന്,
ആ നിമിഷങ്ങൾ മാറിക്കടന്ന്, നിമിഷങ്ങൾ മാറിക്കടന്ന്, ആ നിമിഷങ്ങൾ മാറിക്കടന്ന്, വാണിടും ഞാനൻ പ്രിയൻ കൂടെന്നും, വാണിടും ഞാനൻ പ്രിയൻ കൂടെന്നും, ആനന്ദഗാനം പാടി, ആനന്ദഗാനം പാടി, ആനന്ദഗാനം പാടി, ആനന്ദഗാനം പാടി. ആമേൻ. സ്തോത്രം. Thank you. God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം പാടുവാൻ ദാസിയെ ദൈവം സഹായിച്ചു. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവ് കൊടുത്തിരിക്കും. ദൈവത്തിന് വേണ്ടി പാടുവാനും പ്രവർത്തിപ്പാനും ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിപ്പാനും ഒക്കെ ദൈവം സഹായിക്കേണ്ട ദാസിയെ ബൈബിളിനെ ഓർക്കാം, മമ്മിയെ ഓർക്കും, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ഈശ്വരമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പാട്ട് പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രിയനോട് കൂടെ വാഴുവാൻ. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടത് വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ഇരുത്തിക്കൊള്ളും. ആ വാക്തത്വം, ആ ഉറപ്പ് നമ്മുടെ കർത്താവ് തന്നിരിക്കുകയാണ്. വിശുദ്ധിയോടും നിർമ്മല ഹൃദയത്തോടും പരമാർത്ഥ ഹൃദയത്തോടും സത്യസന്ധതയോടും വിശ്വസ്തയോടും ഹല്ലേലൂയ ജീവിപ്പാൻ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലേക്ക് എല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. സ്തോത്രം. പിന്നെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ ആലപിക്കുവാൻ ദൈവം അധികമായ കൃപ കൊടുക്കുക. ദീർഘായുസ്സത്തെ തൃപ്തിപ്പെടുത്തട്ടെ. പൈതലിനെ കർത്താവ് പൂർണ്ണമായ വിടുതലും അനുഗ്രഹങ്ങളും വളർച്ചയും ബുദ്ധിയും ഞാനും എല്ലാം കൊടുത്ത് മാനിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. തുടർമാനം ദൈവജന ശുശ്രൂഷിപ്പാൻ പോകുന്ന ദൈവഭക്തനെ നമുക്ക് ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അത്ര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാവുന്നു. ഹല്ലേലൂയ. അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട സത്യങ്ങൾ അനേക വേദഭാഗങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി നമ്മളെ രാത്രി കാലം ദൈവവചനം കേൾപ്പിക്കുമ്പോൾ, ദൈവശബ്ദം കേൾക്കുമ്പോൾ അത് ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ, അതുപ്രകാരം ജീവിപ്പാനും ഒക്കെ വചനപ്രകാരം ജീവിപ്പാൻ നമുക്കിടയായി തീരട്ടെ. വചനത്തിന്റെ വാതിൽ ദൈവത്തിന് തുറന്നു കൊടുക്കുവാൻ ദൈവത്തിന് പരിശുദ്ധാൽ ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദത്തെ ആത്മാവ് നിറഞ്ഞ് ചുരുക്കമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം കർത്താവേ. പരിശുദ്ധ ദൈവമേ സംഗീതാവേ അപ്പച്ച. സ്തോത്രം കർത്താവേ. അവിടുത്തെ പാതപെടുത്തോടെ നന്ദികൾ ഹൃദയത്തോടെ അടുത്തൊരു അന്വേഷിച്ച സ്തോത്രം കർത്താവേ. ഈ രാത്രിക്കാലം ഞങ്ങൾക്ക് ഒരുക്കി തന്ന വലിയേറിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, നല്ലൊരു കാലം ഞങ്ങളെ ദൃഷ്ടിച്ചാലോചന പറഞ്ഞു അപ്പച്ച. അവിടുത്തെ കാര്യങ്ങളിൽ ഞങ്ങളെ സൂക്ഷിച്ചനായി സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഒരു മാസക്കാലം കർത്താവേ ഞങ്ങളെ വിട്ട് കടന്നു പോകുന്ന അവസാന ദിവസത്തിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തി ഒരു മാസക്കാലം മുഴുവൻ അപ്പച്ച ഞങ്ങളെ കാത്തല്ല പരിപാലിച്ചില്ല അപ്പച്ച. ദൈവമേ അവിടുന്ന് ചെയ്ത ചെറുതും എല്ലാ വഴക്കും കർത്താവേ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന ഒരു വർഷക്കാലം ഞങ്ങളെ വിട്ട് കടന്നു പോകുന്ന ഇതാണ് 2 മാസം കൂടിയുള്ള അപ്പച്ചൻ ഒരു വർഷക്കാലം കഴിഞ്ഞ നാളുകളൊക്കെയും പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അപ്പച്ച. സ്തോത്രം. ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. സന്ധ്യാസമയം അവിടുത്തെ പാതപെടുത്തോട് കർത്താവെ ഞങ്ങൾക്ക് പ്രളയൻ കുടുംബമായി ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ പല സ്റ്റേറ്റുകളിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്താൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവെ ഒരുക്കി തന്ന വലിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. പാട്ടുപാടി ദാസി അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. കുടുംബം സഹായിക്കുന്നവരുടെ വിഷയത്തുമെല്ലാം കർത്താവിടുന്ന് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ വചനമായി കടന്നു ഇവിടുത്തെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രാജംബാസനായ സ്തോത്രം. ദാസനെ കർത്താവെ അത്ഭുതമായ കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ രാജ്യത്ത് കരങ്ങൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം കർത്താവിന്റെ വചന അതിശക്തമായ കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം കർത്താവെ. ദൈവമേ എന്റെ പള്ളിക്കോ മാറ്റമില്ലാത്ത വചനം കർത്താവെ സൂക്ഷിപ്പാൻ കർത്താവിൽ മുമ്പിൽപ്പെടുത്തി കർത്താവെ ക്രൂശിന്റെ മറയിൽ മറച്ചിരിക്കുക. ദൈവത്തിന് സ്തുതിക്കുന്ന കർത്താവെ. കഴിഞ്ഞ നാളുകളൊക്കെയും ഇല്ല അനുഗ്രഹമായിരുന്നല്ലോ ദേശത്ത് രാജ്യത്ത് കർത്താവെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. പല സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ പല കോണുകളിൽ കർത്താവെ കടന്നുപോയി കർത്താവിന്റെ വചനം ഘോഷിപ്പാൻ ഇന്ത്യ പുറത്തിനെ കഴിഞ്ഞ ആളുകളൊക്കെയും കർത്താവ് സഹായിച്ച ദിവസങ്ങളും കർത്താവെ. ഈ നാളിൽ ഞങ്ങൾക്ക് കർത്താവെ അവിടുത്തെ വചനം കർത്താവിന്റെ വരവിനെ കുറിച്ച് അപ്പാ സ്തോത്രം ചെയ്യുന്ന വചനം കർത്താവെ ഉള്ള പോലെ ഏറ്റെടുപ്പാൻ കർത്താവെ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. വിശുദ്ധത്തെ കുറിച്ച് ഞങ്ങളുടെ ഓട്ടം തീർപ്പാൻ അപ്പാ സ്തോത്രം വചനം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വാതിന്റെ ദാസിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവെ അവിടുന്ന് തുറന്നു കൊടുത്തിരിക്കുക. സ്തുതിക്കുന്നു.
കർത്താവിൻ ദാസിനെ ആരോഗ്യത്തോടെ സൂക്ഷിക്കണമേ. അവസാനം വരെയും കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത് തീർപ്പാൻ അപ്പച്ച ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശരീരത്തിലെ എല്ലാ ക്ലേശങ്ങളും വിടുവിച്ച് ആരോഗ്യം ബലവും കൈകാലുകളെല്ലാം ബലപ്പെടുത്തി കർത്താവെ ഹാർട്ടിനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് സഹായിക്കണേ, മോളെ കുടുംബത്തെ അനുഗ്രഹിക്കണേ, കൊച്ചുകുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന. ദൈവസഭ ദൈവമക്കൾ ദൈവമക്കളപ്പെട്ടണം എല്ലാം അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം. ലൈക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ. ആരെങ്കിലും കർത്താവെ ഭാരത്തിലും പ്രയാസത്തിലും നീർന്ന വിഷയങ്ങളുമായി അവിടുത്തെ പാതപിടുത്തലായിരിക്കുന്നെങ്കിൽ കർത്താവെ ഹല്ലേലൂയ രാത്രികാലത്തെ വചന സൂക്ഷിൽ വിടുതൽ ലഭിച്ച് മടങ്ങിപ്പോൻ അപ്പനിടയാക്കണമേ. രോഗങ്ങളെല്ലാം സൗഖ്യം പ്രാപിക്കുന്ന കർത്താവെ രാത്രികാലമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കണേ. വാർത്തയിൽ അപ്പച്ചൻ അമ്മച്ചിമാർ ഞങ്ങളുടെ തലമുറകൾ എല്ലാവരും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ലോകം പാടും കഷ്ടതയും ഭാരവും പ്രയാസം അനുഭവിക്കുന്നവരെ കർത്താവെ രാത്രികാലം സഹായിക്കണമേ. കർത്താവിന്റെ വചനം അതിവേഗം പാഞ്ഞിൽ നിന്ന് വചനമായി ചേരെ വിടുവിക്കണമേ. വൃത്തിയായ ശ്രേന്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകം പ്രിയപ്പെട്ട ഒരു കർത്താവെ അവിടെ ഉണ്ടപ്പാ. ജോലിക്ക് വേണ്ടി കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, യുവാക്കന്മാർ, അവരൊക്കെ അപ്പച്ച രക്തങ്ങൾ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കും. യുദ്ധങ്ങളെ കർത്താവ് ഭൂമിയുടെ അറ്റം വരെ നിർത്തൽ ചെയ്യുന്ന യഹോവയാകിയാൽ കർത്താവിന്റെ കരം കർത്താവിന്റെ പ്രവൃത്തിയോട് നിർവഹിച്ചെടുക്കണേ. അപ്പന്റെ വരവിന് വേണ്ടി ഹല്ലേലൂയ എല്ലാവരും ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാവികൾ രക്ഷിക്കപ്പെട്ട രോഗികൾ സൗഖ്യമാകട്ടെ. നേര് മാനസാന്തരത്തിലെ പുതുക്കത്തിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവെ അപ്പച്ച സ്തോത്രം. ഞങ്ങൾ എല്ലാവരും ഒരുക്കണമേ. രാത്രികാൽ ലീഡിയൻ ദാസിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ എല്ലാവിധ കൊള്ളാൻ നിറച്ച ആട്ടസാധനം വിജി കർത്താവെ ബഹിതങ്ങൾ മൂന്നരെ അനുഗ്രഹിച്ച് മമ്മി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 69 മക്കളൊക്കെയും കർത്താവിന്റെ സൂക്ഷിപ്പാൻ അപ്പനോടൊന്ന് ബലപ്പെടുത്തിയ ആട്ടുകളെ കുടുംബമായി സമർപ്പിക്കുന്നതായിട്ടുന്നവരെ നിലയ്ക്ക് പ്രത്യേക സർവമാനവും മഹത്വം പോയിച്ച എല്ലാ അപ്പത്തിനും യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ ചോദിക്കുന്നത് ഉണ്ടായി കേൾക്കണേ പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. തുടർമാനം ദൈവനെ ശുശ്രൂഷിപ്പാൻ പോകുന്ന ദൈവത്തെ നമുക്ക് ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. യഹോവേ അരുളി ചെയ്യണമേ. അടിയൻ കേൾക്കുന്ന പ്രാർത്ഥന നമുക്കായിരിക്കാം. ദൈവവചനം ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പനകളെ ആചരിക്കുന്ന മക്കൾക്ക് മാത്രമാണ് ദൈവത്തിന്റെ രക്ഷയിൽ പ്രത്യാശിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവവചനം ഹല്ലേലൂയ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ മാത്രം പോരാ. ഹല്ലേലൂയ സ്തോത്രം. അത് നമ്മൾ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുകയും ചെയ്യണം. ഹല്ലേലൂയ വചനപ്രകാരം നമുക്ക് ജീവിപ്പാൻ ഇടയായി തീരണം. രാത്രികാലം വചനം സംസാരിക്കുമ്പോൾ വളരെ പ്രാർത്ഥന യഹോവേ അരുളി ചെയ്യണമേ. അടിയൻ കേൾക്കുന്ന പ്രാർത്ഥന ഭയഭക്തിയോടും വിറയലോടും കൂടെ നമുക്കായിരിക്കാം. വചന സൂക്ഷിച്ചാൽ വിലപ്പെട്ടദാസൻ ഡോക്ടർ ജോൺ വർഗീസിനെ ഒക്കലമ്മ സിറ്റിയിൽ നിന്നും ആദരവോടും സ്നേഹത്തോടും കൂടെ ഒക്കലമ്മ പുഴയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച സന്ധ്യയെങ്കിൽ നാം ചിന്തിച്ചത് യെശയ്യാ പ്രവചനം 24 അധ്യായം ആസ്പദമാക്കിയായിരുന്നു. ദൈവത്തിനു സ്തോത്രം. അപ്പോൾ നാം ഓർപ്പിക്കുകയുണ്ടായി 24, 25, 26, 27 ഈ അധ്യായങ്ങളെല്ലാം ഒന്നിച്ച് പോകുന്ന അധ്യായങ്ങളാണ് എന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നു. അന്ത്യകാലത്തെ നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുള്ള വാഗ്ദത്തങ്ങളും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയും ഈ ദേശത്തെയും ഹല്ലേലൂയ സർവ്വലോകത്തെയും വിശേഷാൽ ഇസ്രായേൽ മക്കളെയും ശുദ്ധീകരിക്കുന്നതും യഥാസ്ഥാനപ്പെടുത്തുന്നതും ഒക്കെയാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇന്ന് സന്ധ്യയെങ്കിൽ അതിന് തുടർമാനമായി ചില വേദഭാഗങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവചനം 25 അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയും 26 അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയും 27 അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയും വായിച്ച് സഹായിക്കാം. 25 അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ. യഹോവേ, നീ എന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ പോയിട്ടും ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അന്വേഷിച്ചിരിക്കുന്നുവല്ലോ. നീ നഗരത്തെ കൽക്കുന്നും ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും അന്യന്മാരുടെ അരമനകളെ നഗരമല്ലാത്തവണ്ണവും ആക്കി തീർത്തും അത് ഒരു നാളും പണിയുകയില്ല. അതുകൊണ്ട് ബലമുള്ള ജാതി നിന്നെ മഹത്വപ്പെടുത്തും. ഭയങ്കര ജാതികളുടെ പട്ടണം നിന്നെ ഭയപ്പെടും. ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റിലൊരു ശരണവും ഉഷ്ണത്തിലൊരു തണലുമായിരിക്കുന്നു. വരണ്ട നിലത്തിലെ ഉഷ്ണത്തെ പോലെ നീ അന്യന്മാരുടെ ആരവത്തെ അടക്കിക്കളയുന്നു. മേഘത്തിന്റെ തണൽ കൊണ്ട് ഉഷ്ണമെന്ന പോലെ നിഷ്കണ്ഠന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും
മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ ഭോജനങ്ങൾ കൊണ്ടും മട്ടു നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്ന് തന്നെ. 26:1 മുതൽ 4 വരെയുള്ള വേദഭാഗം. അന്നാളിൽ ഞാൻ യഹൂദാദേശത്ത് ഈ പാട്ടുപാടും. നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്. അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വെക്കുന്നു. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറക്കുവീൻ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയം വയ്ക്കുവീൻ. 27:1 മുതൽ 3 വരെ. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രൂത സർപ്പമായ ലിവ്യാദാനെയും വക്ര സർപ്പമായ ലിവ്യാദാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. അന്ന് നിങ്ങൾ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ടുപാടുവീൻ. യഹോവയായി ഞാൻ അതിനെ സൂക്ഷിക്കും. ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളോട് ദയയുണ്ടാകണമേ. ജീവന്റെ വചനം ഞങ്ങൾ വായിച്ചു കർത്താവേ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ മേലയെ ബലപ്പെടുത്തണമേ. അധരത്തിൽ ആലോചന തരണമേ. അവിടുത്തെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുന്ന അവിടുത്തെ ജനം കർത്താവിൽ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാക്കുമാറാകണമേ. മഹത്വം അങ്ങേക്കുള്ളതാണല്ലോ. ശുശ്രൂഷയ്ക്കെതിരായി നിൽക്കുന്ന ദുഷ്ടശക്തികളെ ഫൽസിക്കണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 25, 26, 27 ഈ 3 അധ്യായങ്ങൾ കഴിഞ്ഞ ആഴ്ച 24-ാം അധ്യായം ഏതാണ്ട് ഒന്ന് ചിന്തിച്ചല്ലോ. ഇനി നാം ചിന്തിക്കുവാനുള്ള 24, 25, 25 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങളിലെ ചില വാക്യങ്ങളാണല്ലോ നാം വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. അന്ത്യകാലത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ട് യെരൂശലേം തലസ്ഥാനമാക്കി വാഴുന്ന സന്ദർഭത്തിൽ പൂർണ്ണമായി നിവർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുള്ള ആ വാക്യങ്ങളും പ്രവചന സൂക്തങ്ങളുമാണ് ഇതിലെ ഇസ്രായേൽ മക്കൾ പിമ്പിലേക്ക് നോക്കിയിട്ട് അവർ പോയ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കർത്താവെ സകല ലോകത്തെയും അടക്കി യെരൂശലേം തലസ്ഥാനമാക്കി വാഴുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അവർ കഷ്ടപ്പെട്ട കഷ്ടപ്പാടും അതിൽ നിന്നും അവരുടെ പ്രാർത്ഥന കേട്ട് യഹോവയാൽ ദൈവം അവരെ രക്ഷിച്ച വലിയ രക്ഷയെയും ഓർത്തുകൊണ്ട് പിമ്പിൽ നടന്നതായ കഷ്ടതയിൽ നിന്നും വിടുവിച്ച് യഥാസ്ഥാനപ്പെടുത്തി രാജഭരണത്തിന് കീഴിൽ ആയ ആ അവസ്ഥയിൽ ദൈവത്തെ പാടി സ്തുതിക്കുന്നതാണ് ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് കീർത്തനങ്ങളാണ്, സഹസ്രാബ്ദ വാഴ്ചയിൽ പാടുന്ന പാട്ടുകളാണ് എന്ന് 25, 26, 27 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവർ പാടുന്നതായ പാട്ട്, അവർ ഓർക്കുന്നതായ ഓർമ്മ ഞാൻ ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. അതുകൊണ്ട് ബലമുള്ള ജാതി നിന്നെ മഹത്വപ്പെടുത്തും. അത് ഇസ്രായേൽ മക്കളെ പറ്റിയാണ് പറയുന്നത്. ഭയങ്കരന്മാരുടെ പട്ടണം നിന്നെ ഭയപ്പെടും. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനെ ഒരു ദുർഗവും ദരിദ്രനെ അവന്റെ കഷ്ടതയിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. ഈ 3-4 വേദവാക്യങ്ങൾ വാസ്തവത്തിൽ ഇസ്രായേൽ മക്കൾ പുറകിലോട്ട് പോയിട്ട് യഹൂദ ജനത്തെ പീഡിപ്പിക്കുവാൻ കടന്നു വന്ന യെഹൂദക്രിസ്തുവും കള്ളപ്രവാചകനും പഴയ പാമ്പായ സാത്താനും സകല ജാതികളെയും കൂട്ടിക്കൊണ്ട് ഒരു വലിയ ശക്തിയായി
ഇസ്രയേൽ മക്കളുടെ പാളയത്തിനു ചുറ്റും യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിനു ചുറ്റും വാടകോരി അതിനെ പൂർണ്ണമായി വിഴുങ്ങിക്കളയുവാൻ തുടങ്ങിയ സന്ദർഭത്തെ പിന്നിലേക്ക് കണ്ടുകൊണ്ട് ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി കർത്താവ് വിടുവിച്ച വലിയ വിടുതലിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നതാണ്. ഭയങ്കരന്മാരുടെ ചീറ്റൽ എന്ന് പറയുന്നത് സാത്താനെ എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ, ഇവരുടേതായിട്ടുള്ള നേതൃത്വത്തിൽ സകല ജാതികളും കൂടെ യെരൂശലേമിനെതിരെ കടന്നു വരുന്നത് തിരുവചനത്തിൽ പലയിടങ്ങളിൽ യോവേൽ പ്രവചനം, യെഹെസ്കേൽ പ്രവചനം, ഇശയ്യാ പ്രവചനം, എല്ലാ പ്രവചന സൂക്തങ്ങളിലും വിശേഷാൽ സക്കറിയ പ്രവചനത്തിലൊക്കെ നന്നായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഭയങ്കരന്മാരുടെ ചീറ്റൽ, ഒരു വിഷപ്പാമ്പോ ഇരയെ നോക്കി അല്ലെങ്കിൽ ചീറ്റി കടന്നു വന്ന് കൊല്ലുവാൻ ശ്രമിക്കുന്നത് പോലെ ജാതീയമായിട്ടുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ട് സാത്താന്റെ അധീനതയിൽ ഒരു വിഷം ചീറ്റിക്കൊണ്ട് ഇസ്രയേൽ മക്കളെ കൊല്ലുവാൻ തുടങ്ങിയ സന്ദർഭത്തിൽ കർത്താവ് അവർക്കൊരു ദുർഗമായിരിക്കുന്നു. നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രനെ അവന്റെ കഷ്ടതയിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. പ്രാവചനികമായി യേശുക്രിസ്തുവിന്റെ കാലത്തെ അവസാന സന്ദർഭത്തിൽ ഇങ്ങനെ സാത്താന്യ ശക്തികൾ കടന്നു വരുന്നു. ഇസ്രയേൽ മക്കളെ കർത്താവ് രക്ഷിപ്പാനായിട്ട് ഇറങ്ങി വരുന്നു. കർത്താവ് വലിയ രക്ഷ ചെയ്യുന്നു. ഇതാണ് പ്രാവചനിക അർത്ഥമെങ്കിൽ തന്നെയും ഒരു പ്രവർത്തന അർത്ഥമുണ്ട്, ഒരു ആത്മീക അർത്ഥമുണ്ട്. ആ ആത്മീക അർത്ഥം എന്ന് പറയുന്നത് സാത്താൻ തന്റെ മുഴുവൻ ശക്തിയോടും കൂടെ ദൈവമക്കളാകുന്ന നമ്മെ ഉപദ്രവിക്കുവാൻ, അത് രോഗങ്ങളാണെങ്കിലും കഠിന പീഡനങ്ങളാണെങ്കിലും സകല പ്രയാസങ്ങളുമാണെങ്കിലും നമ്മെ പൂർണ്ണമായി വിഴുങ്ങിക്കളയുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ, നമ്മെ രക്ഷിപ്പാൻ വേറൊരു ശക്തിയും ഇല്ല എന്ന് തോന്നുന്നതായ സന്ദർഭത്തിൽ, നാം നശിച്ചുപോയി എന്ന് തോന്നുന്നതായ സന്ദർഭത്തിൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. കഷ്ടത്തിൽ അവനൊരു കോട്ടയാണ് എളിയവനെ. ഹല്ലേലൂയ. കൊടുങ്കാറ്റിൽ ഒരു ശരണമാണ്, ഉഷ്ണത്തിൽ ഒരു തണലായിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യാശയിൽ പൊന്തി വിശ്വാസത്തിൽ വർദ്ധിച്ച് കർത്താവിൽ പൂർണ്ണ ആശ്രയം വെപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വരണ്ട നിലത്തിലെ ഉഷ്ണത്തെ പോലെ നീ അന്യന്മാരുടെ ആരവത്തെ അടക്കിക്കളയുന്നു. ശത്രുവായവർ വലിയ ആരവത്തോടുകൂടെ കടന്നു വന്നു. യഹോവയായ ദൈവം അവന്റെ വായിലെ ഇരുവായ്ത്തലയുള്ള വചനം എന്ന വാളിനാൽ ശത്രുവിന്റെ ആരവത്തെ അടക്കിക്കളയുന്നത് കാണുവാനായിട്ട് നമുക്ക് അത് പ്രവചനമായി ഇനി നിവർത്തിക്കപ്പെടുവാനേ ഉള്ളൂ. എന്നാൽ പ്രവർത്തന അർത്ഥത്തിൽ, ആത്മീക അർത്ഥത്തിൽ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ, ശാരീരികം, മാനസികം, ആത്മീകം, സാമ്പത്തികം, എന്തു തന്നെയായാലും ഹല്ലേലൂയ സ്തോത്രം, നിനക്കെതിരെ കടന്നു വരുന്ന ഉഷ്ണക്കാറ്റിനെ, ശത്രുവിന്റെ ആരവത്തെ അടക്കിക്കളയുന്ന ദൈവത്തിന്റെ ശക്തി ഹല്ലേലൂയ നാം പൂർണ്ണമായി ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. 6-ാം വാക്യത്തിൽ സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ എന്ന് പറയുന്നത് യെരൂശലേമിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. സകല ജാതികൾക്കും മൃഷ്ടാംഗ ഭോജനം കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മിഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടു നീങ്ങി തെളിവെടുത്തതായ വീഞ്ഞുകൊണ്ടുമുള്ള വിരുന്ന് തന്നെ. ഇത് രണ്ട് അർത്ഥം പറയുന്നവരുണ്ട്. ഇത് രണ്ടാമത്തെ അർത്ഥമാണ് ഞാൻ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എടുക്കുന്നത്. അതിന്റെ കാരണം 25-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ
യെരൂശലേമിലേക്ക് ജാതികൾ കടന്നു വന്ന് ഇസ്രയേൽ മക്കളോടുകൂടെ ഉത്സവങ്ങളും കർത്താവിനെ ആരാധിക്കുന്നതുമൊക്കെ തിരുവചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇസ്രയേൽ മക്കൾക്ക് അടുക്കലേക്ക് അശ്ശൂരിൽ നിന്നും മിസ്രയീമിൽ നിന്നും ഒരു പെരുവഴി ഉണ്ടാകും. അവർ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിങ്ങളുടെ ഇടയിൽ കർത്താവ് ഉണ്ട് എന്ന് പറഞ്ഞ് ജാതികൾ ഓടിക്കൂടും. ആ ഒരു ആത്മീകമായ ഐക്യതയെയും ആത്മീകമായ സമാധാനത്തെയും ഒക്കെയാണ് ഒരു വലിയ അനുഗ്രഹ സമൃദ്ധിയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ സ്തോത്രം വേറൊരു ഭാഗത്തെ ജാതികളെ ന്യായം വിധിക്കുന്ന കർത്താവിനെ കാണുവാൻ സാധിക്കുന്നു. ന്യായവിധി കഴിഞ്ഞുള്ള കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിലുള്ള കാര്യമാണ് ഇപ്പോൾ വായിച്ചതായ വേദഭാഗങ്ങൾ. അതിന്റെ ഉത്തരമാണ്. ശരിയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ 7 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ചാൽ മതി. സകല വംശങ്ങൾക്കും ഉള്ള മൂടുപടവും സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ നിന്ന് വെച്ച് നശിപ്പിച്ചു കളയും. അഥവാ ജാതികളും ഇസ്രയേൽ മക്കളും ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഒരവസ്ഥ സഹസ്രാബ്ദ വാഴ്ചയിൽ ഉണ്ടാകും. ഇന്ന് അടിപിടിയും ബഹളവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയും ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം അതിന്റെ റൂട്ടിലേക്ക് നാം പോകുമ്പോൾ വിവിധമായ വിശ്വാസങ്ങൾ കാരണം അല്ലെങ്കിൽ അവരുടെ മത വിശ്വാസങ്ങൾ കാരണമാണ്. വിവിധ മതങ്ങൾ തമ്മിലുള്ള ഒരടിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മതങ്ങളെയെല്ലാം മാറ്റിയിട്ട് ഏക സത്യദൈവം ഈ ലോകത്തെ അടക്കി വാഴുമ്പോൾ മറ്റൊരു മതവും കാണുകയില്ല, വിഗ്രഹ സേവ കാണുകയില്ല. ഇന്ന് ലോകത്തിൽ കാണുന്ന സകല മതങ്ങളും മാറ്റപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. അവരൊക്കെ ചതിക്കപ്പെട്ടു പോയി എന്നും ഹല്ലേലൂയ സ്തോത്രം അവരെ സാത്താൻ അധീനതയിലാക്കിയിരുന്നു എന്നും അവർ മനസ്സിലാക്കി അവരുടെ കണ്ണുകളെ തുറന്ന് യഥാർത്ഥമായി ജീവന്റെ നാഥനെ ആരാധിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ സന്ദർഭത്തിൽ നിവർത്തീകരിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഇവിടെ നാം നോക്കണം. യെഹെസ്കേൽ പ്രവചനവും മറ്റ് പ്രവചനങ്ങളും ഒക്കെയും വായിക്കുന്നതായ സന്ദർഭത്തിൽ ഇന്ന് ലോകത്ത് യെഹെസ്കേൽ പ്രവചനം 39-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ജാതികളിൽ 6/5 ഭാഗവും നശിച്ചു പോകും. ഒരു ചെറിയ ശേഷിപ്പ് മാത്രമാണ് ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ തക്കവണ്ണം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് നാം മനസ്സിലാക്കിയിരിക്കണം. നശിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചതിനെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിന്റെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. അത് ജാതികൾ മാത്രമല്ല. ഹല്ലേലൂയ സ്തോത്രം. യഹൂദനെ പറ്റി വളരെ വ്യക്തമായി ഹല്ലേലൂയ സെക്കറിയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യങ്ങളിൽ പ്രത്യേകമായി പറയുന്നു. ഇന്ന് കാണുന്ന യഹൂദന്മാരെല്ലാം യഹൂദന്മാരല്ല. അവർ യഹൂദ വംശത്തിൽപ്പെട്ടവരാണെങ്കിലും ജീവനുള്ള ദൈവത്തെ സേവിക്കുകയോ ദൈവവിശ്വാസമുള്ളവരോ അല്ലാത്ത 10,000-കണക്കിന് യഹൂദന്മാരുണ്ട്. സെക്കറിയ പ്രവചനത്തിൽ പറയുന്നത് തീയിൽ കൂടെ ശോധന ചെയ്ത് പുറത്തു വരുമ്പോൾ 3-2 യഹൂദങ്ങളും പട്ടുപോകും. 3-1 മാത്രമേ തീയിൽ കൂടെ പുറത്തു വരത്തുള്ളൂ. കർത്താവിന്റെ ഹല്ലേലൂയ സഹസ്രാബ്ദ വാഴ്ചയിൽ ഒരു വ്യക്തിക്ക് താമസിക്കണമെങ്കിൽ, കർത്താവിനോടുകൂടെ ജീവിക്കണമെങ്കിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ കറയും ചുളുക്കവും ഇല്ലാത്തവരായിരിക്കണം. തിരുവചനത്തിൽ പല ശുദ്ധീകരണത്തെ പറ്റി പറയുന്നുണ്ട്. ശുദ്ധീകരണത്തെ പറ്റി തന്നെ അനേക കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തിരുസഭയുടെ ഉൾപ്രാപണത്തോടുള്ള ബന്ധത്തിൽ
ഹല്ലേലൂയ കാണുന്ന എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനി എന്ന് പേരുള്ള എല്ലാവരും തിരുസഭയുടെ ഉത്പ്രാമണത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കർത്താവിന്റെ ആഗ്രഹവും അത് തന്നെയാണ്. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള ആഗ്രഹമാണ് കർത്താവിനുള്ളത്. അതുകൊണ്ട് കർത്താവ് ദീർഘക്ഷമ കാണിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന് വേണ്ടി അധ്വാനം ചെയ്യുന്ന എല്ലാ ദൈവജനത്തിന്റെയും ആഗ്രഹം അവരും ഹല്ലേലൂയ അവരുടെ സാക്ഷ്യങ്ങളും വചനവും കേട്ടവരും ഹല്ലേലൂയ വാസ്തവമായി കർത്താവിനെ പിൻപറ്റി ഹല്ലേലൂയ സ്തോത്രം സഭയുടെ ഉത്പ്രാപണത്തിൽ എടുക്കപ്പെടണമെന്നുള്ളതാണ്. എന്നാൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം സാത്താൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ അനേകർ ഉപായത്താൽ ചതിക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോടുള്ളതായ നിർമ്മല ഹല്ലേലൂയായ അവസ്ഥയെ ഹല്ലേലൂയ അത് അശുദ്ധമാക്കി പോകുന്ന ഒരു വലിയ ക്രിസ്തീയ സമൂഹമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം അറയും ചുളുക്കവുമില്ലാതെ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കിക്കാത്ത് എപ്പോഴും വിശുദ്ധിയോടും ഭക്തിയോടും മാനസാന്തരത്തോടും കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു വേർപെട്ട സമൂഹത്തെ സ്വീകരിപ്പാനാണ് കർത്താവ് വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം അതിനുശേഷം അവരാണ് മണവാട്ടിയായി എടുക്കപ്പെടുന്നത്. അതിനുശേഷം ക്രിസ്തു ഭരിക്കുമ്പോൾ ഈ ഭൂമിയിൽ രണ്ടുവിധ ശുദ്ധീകരണം നടക്കും. ഒന്ന് യഹൂദനോടുള്ള ബന്ധത്തിൽ. എന്തുകൊണ്ടാണ് ക്രിസ്തു വരുന്നത്? ഒന്ന് ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ സ്തോത്രം. രണ്ടാമതായി യഹൂദൻ അതാണ് ആഗ്രഹിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. യഹൂദന്മാർ ഹല്ലേലൂയ സ്തോത്രം ലോകപ്രകാരം പ്രതാപമുള്ള ആ ലോകപ്രകാരം എല്ലാ ശക്തിയുമുള്ളതായ ഒരു നേതാവിനെ കൊതിച്ച് അവനുമായിട്ട് ഉടമ്പടി ചെയ്യും. ആ ഉടമ്പടി ചെയ്യുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ സംഭവിക്കുന്നത്. ഇന്നും ദൈവസഭയിലും നാം പലതും അങ്ങനെ കാണുന്നുണ്ട്. ലോകപ്രകാരം ഉയർച്ച, ലോകപ്രകാരമുള്ള കാര്യങ്ങൾ, ലോകപ്രകാരമുള്ള ഇൻഫ്ലുവൻസ്, ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ പോകാം എന്നുള്ളതാണ്. ഞാൻ അതിനെ എതിരല്ല പറയുന്നത്. പ്രത്യുത ഹല്ലേലൂയ ആത്മീകമായിട്ടുള്ള ഉയർച്ച, ആത്മീകമായിട്ടുള്ള അകത്തെ കണ്ണിന്റെ ആ കാഴ്ചപ്പാട്, ഇവയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നാം വാസ്തവമായി ശുദ്ധീകരണത്തോടുകൂടെ ലോകം ജഡം പിശാചിനാൽ പിടിക്കപ്പെടാതെ, ജഡമോഹം കൺമോഹം ജീവിതത്തിന്റെ പ്രതാപത്താൽ തകർക്കപ്പെടാതെ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ദേഹം ദേഹി ആത്മാവി ഒന്നുപോലെ ശുദ്ധീകരണം പ്രാപിച്ച് കറയും ചുളുക്കവും ഇല്ലാത്ത കർത്താവിന്റെ മണവാട്ടിയായി മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ലോകത്തിൽ വിശുദ്ധ ജീവിതം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവിന് അതറിയാമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ നിനക്ക് ബോധം വരുത്തും. അവന്റെ ശക്തിയാൽ ഹല്ലേലൂയ ഈ ലോകത്തിലെ മണ്ണാങ്കട്ടകൾ വെറുത്ത് കർത്താവിനോട് അടുത്ത് ജീവിപ്പാൻ നമുക്കിടയായി തീരും. എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവവചനത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറയുന്നത്, നാം സദാസമയം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും കർത്താവ് നമ്മളോട് പറയുന്നു, ഹല്ലേലൂയ, നമ്മുടെ കൺകളെ ഉയരത്തിലേക്ക് ഉയർത്തി അരുമനാഥന്റെ വരവിനായി കാത്തിരിക്കുന്നവരായിരിക്കണം. ഉണർന്ന് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടേണ്ടതിന്
സഭയുടെ ഉൽപ്രാപണത്തിനായി നാം കാത്തിരിക്കുകയാകുന്നുവെങ്കിൽ നാം തിരുസഭയുടെ ഉൽപ്രാപണം മിസ് ചെയ്യുകയില്ല. ഹല്ലേലൂയ. അതിനൊരു കൊതി നമുക്കുണ്ടായിരിക്കണം. ഈ ലോകത്തോടുള്ള കൊതിയല്ല. ഹല്ലേലൂയ. ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം വേണം, അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അവയിലല്ല നമുക്ക് ആശ്രയം വെക്കേണ്ടത്. നമ്മുടെ കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ച് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കാൻ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. ഇശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 4-ാം വാക്യമാണ് ഞാൻ ഇവിടെ വായിച്ചത്. 25-ന്റെ 3-4 വാക്യങ്ങളിൽ ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ വരുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ 26-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നോക്കുക. അന്നാളിൽ അവർ യഹൂദാദേശത്തെ ഈ പാട്ട് പാടും. ഏത് പാട്ട്? നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളുമാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 25-ൽ നാം വായിച്ചു, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിനു നേരെ ഒരു കൊടുങ്കാറ്റ്. ഏത് മതിലാണ്? 26-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ മതിലുകളാക്കിയിരിക്കുന്നു. നമ്മുടെ രക്ഷയെന്ന മതില്, ആ മതിലിന്റെ നേരെയാണ് കൊടുങ്കാറ്റ് പോലെ ദുഷ്ടൻ കടന്നു വരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷയെന്ന മതിലേതാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ. അവിടുത്തെ തിരുരക്തത്താൽ, അവിടുത്തെ വചനത്താൽ, ഹല്ലേലൂയ, വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവിടുത്തെ ഹല്ലേലൂയ നാം രക്ഷിക്കപ്പെടേണ്ടതിന് കാൽവറിയിൽ ഒഴുക്കിയതായ വിലയേറിയ രക്തം ഒരു കോട്ടയായി, ഒരു രക്ഷയായി നമുക്ക് ചുറ്റുമുള്ളതിനാൽ ഹല്ലേലൂയ, സ്തോത്രം. ശത്രുവിന്റെ ആരവം ഈ രക്ഷയുടെ മതിലിനെതിരെ ശക്തിയോടുകൂടെ കടന്നു വരുമ്പോഴും അത് ഉടച്ചു കളഞ്ഞ് അതിനകത്ത് കയറി നിന്നെ വിഴുങ്ങിക്കളയുവാൻ ദൈവം സമ്മതിക്കുകയില്ല. വലിയ കൊടുങ്കാറ്റ് പോലെ വലിയ ഓളങ്ങളും തിരമാലകളും ആഞ്ഞടിച്ചെന്നു വരാം. ഹല്ലേലൂയ, സ്തോത്രം. നോഹയുടെ പെട്ടകത്തിനു ചുറ്റും ഓളങ്ങളും കൊടുങ്കാറ്റുകളും മഴയും വലിയ ആയി കടന്നു വന്നെന്നു വരാം. എന്നാൽ അവൻ പെട്ടകത്തിലായതിനാൽ ഹല്ലേലൂയ പെട്ടകത്തിനകത്തേക്ക് കടന്നു വന്നു. ന്യായവതിയുടെ ഓളങ്ങൾ അവനെ വിഴുങ്ങിക്കളയുവാൻ യഹോവയായ ദൈവം സമ്മതിക്കാതെ ഇരുന്നതുപോലെ രക്ഷയെന്ന കൊത്തളം, രക്ഷയെന്ന മതില് നമുക്ക് ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ മറികടന്ന് ഒരു ദുഷ്ടശക്തിക്കും നിന്റെ അടുക്കലേക്ക്, നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തില്, ഹല്ലേലൂയ, അവന്റെ മുറിയപ്പെട്ട പാദപീഠത്തിൽ എത്ര പേർ ഒന്ന് കെട്ടിപ്പിടിക്കും? കർത്താവേ, അവിടുന്ന് എന്റെ രക്ഷയെന്ന മതിലാണ്, അവിടുന്ന് എന്റെ കൊത്തളമാണ്, അവിടുന്ന് എന്റെ സഹായമാണ്, അവിടുന്ന് എന്റെ പാറയാണ്, അവിടുന്ന് എന്റെ കോട്ടയാണ്, എന്റെ രക്ഷകനെ, അവിടുന്ന് എന്റെ കോട്ടയാകയാൽ അങ്ങയെ തകർത്ത് ഹല്ലേലൂയ എന്നെ തൊടുവാൻ യാതൊരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല എന്ന് ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിൽ ഹല്ലേലൂയ വിശ്വസിച്ചുകൊണ്ട്, പിടിച്ചുകൊണ്ട് ധൈര്യമായി പറയാം. ഹല്ലേലൂയ, നിന്നെ പറിച്ചു കളയുവാൻ, നിന്നെ വിഴുങ്ങിക്കളയുവാൻ ഭയങ്കരന്മാരുടെ ചീറ്റൽ നിനക്കെതിരെ കടന്നു വരുമ്പോൾ നിനക്കൊരു രക്ഷയുടെ കോട്ടയുണ്ട്, നിനക്കൊരു രക്ഷകനുണ്ട്, നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്.
ശത്രു എത്ര ആരവത്തോടുകൂടെ കടന്നു വന്നാലും നിന്റെ പടകിൽ കർത്താവുണ്ട് എന്ന് മനസ്സിലാക്കി നീ വിശ്വാസത്തിൽ ഉറച്ച് മുമ്പോട്ട് പോകുക. കർത്താവ് നിന്നെ സഹായിക്കും. ഹല്ലേലൂയ, സ്തോത്രം. 4-ാം വാക്യം 26-ാം അധ്യായം. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. അനേക കാര്യങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും. ഇതിനകത്തെ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ. 26-ാം അധ്യായത്തിൽ നിന്നും ഞങ്ങളുടെ ദൈവമായ യഹോവയെ 13-ാം വാക്യം 26-ാം അധ്യായത്തിൽ, നീ അല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട്, എന്നാൽ നീ മാത്രം നിന്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഇവരെ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അവരുടെ കുറ്റമേറ്റു പറയുക. മറ്റുള്ളവർ ഞങ്ങളെ കർത്തൃത്വം നടത്തിയിട്ടുണ്ട് എന്ന് ഈ യഹൂദന്മാർ ദൈവസന്നിധിയിൽ പറയുന്നതിന്റെ അർത്ഥം, അവരുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ അബ്രഹാം മുതൽ കർത്താവിന്റെ വരവ് വരെ ഉള്ളതായ 14,000-ൽ പരം വർഷങ്ങളെ നോക്കുമ്പോൾ ഇന്ന് കർത്താവ് വന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, ആ വർഷങ്ങളിലൊക്കെ അവർ പലരെയും ഈ ലോക ശക്തികളെയും ആശ്രയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നീ അല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട്. അവരെ കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ മക്കൾ അന്നും ഇന്നും പലരിലും ആശ്രയം വെക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലോക ശക്തികളിൽ ആശ്രയം വെക്കുന്നു. ദൈവം അവരെ രണ്ട് പ്രധാന സന്ദർഭങ്ങളിൽ ഈ കാര്യങ്ങൾ തെളിയിച്ചു കൊടുക്കും. മനുഷ്യരല്ല നിങ്ങളെ രക്ഷിക്കുന്നത്. ഇനിയും വരുവാൻ പോകുന്ന 2 വലിയ യുദ്ധങ്ങളാണുള്ളത്. യെഹെസ്കേൽ 38-39. ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ രക്ഷിപ്പാൻ ഒരു മനുഷ്യ ശക്തിയും ഉണ്ടായിരിക്കത്തില്ല. യഹോവയായ ദൈവം അത്ഭുതങ്ങൾ കൊണ്ട്, അതിശയങ്ങൾ കൊണ്ട്, കൽമഴ കൊണ്ട്, ഭൂമി കുലുക്കം കൊണ്ട്, തീമഴ കൊണ്ട് ശത്രുവിനെ തകർക്കുക കർത്താവാണ് രക്ഷിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അത് കഴിഞ്ഞതിന് ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും ലോകത്തിൽ ആശ്രയിക്കും. അങ്ങനെയാണ് അവർ എതിർ ക്രിസ്തുവുമായി അതിനുശേഷം ബന്ധം കൂടുവാൻ പോകുന്നത്. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന വലിയ നാശമാണ് എതിർ ക്രിസ്തുവിന്റെ കാലത്തുണ്ടാകുന്ന വലിയ പീഡനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവർ ദൈവസന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ കർത്താവ് അവരെ രക്ഷിക്കും. രക്ഷിച്ചിട്ട് അവരെ ശുദ്ധീകരിച്ചിട്ട് സഹസ്രാബ്ദ വാഴ്ചയിൽ യെരൂശലേം തലസ്ഥാനമാക്കിക്കൊണ്ട് സകല ഭൂമിയും അടക്കി വാഴുന്നതായ സന്ദർഭത്തിൽ ഇസ്രായേൽ മക്കൾ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കും. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റു പലരിലും ഞങ്ങൾ ആശ്രയം വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിന്റെ ധനത്തില്, ഈ ലോകത്തിന്റെ മാനത്തില്, ഈ ലോകത്തിന്റെ പ്രതാപത്തില്, ഈ ലോകത്തിൻ്റെതായ ചിന്തയിൽ ഞങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് കരയുന്ന കരച്ചിലാണ് നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് രാത്രി ഒരു വലിയ മാനസാന്തരം ഉണ്ടാകുമാറാകട്ടെ. കർത്താവേ, അങ്ങേയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തിയിട്ടുള്ള സകലവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ലോകം ജഡം പിശാചിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവ് തന്ന നന്മ, കർത്താവ് തന്നതായ പ്രൊട്ടക്ഷൻ, കർത്താവ് തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. അവിടുത്തെ വേദിക്കുള്ളിൽ ഞങ്ങളെ ആക്കണമേ. കർത്താവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ, നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും നമ്മുടെ ദേശത്തിന്റെയും നമ്മുടെ ആരാധനാ സ്ഥലങ്ങളുടെയും ഒക്കെയും ചുറ്റും ക്രിസ്തുവേശുവിന്റെ രക്തമെന്ന കോട്ട ഹല്ലേലൂയ ഉണ്ടായിട്ട് അതിനുള്ളിലായിരുന്നാൽ യാതൊരു ദുഷ്ടശക്തിക്കും നമ്മെ തൊടുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ നിലവിളിച്ച് കരയുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം.
ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഓരോ വാക്യങ്ങളും വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ തന്നെയും എന്റെ മുമ്പിൽ സമയമില്ല. ഹല്ലേലൂയ, സ്തോത്രം. 27-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ നാം വായിച്ചല്ലോ. അതൊന്ന് വായിച്ചിട്ടെങ്കിലും ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അന്നാളിൽ, അതായത് കർത്താവ് ഈ ലോകത്തെ ഭരിക്കുന്ന നാളിൽ, അതേ ടെർമിനോളജി തന്നെയാണ് 26-ാം അധ്യായത്തിൽ. അന്നാളിൽ യഹൂദാദേശത്ത് ഒരു പാട്ടുപാടും കർത്താവ് ഭരിക്കുന്ന നാളിൽ. ഹല്ലേലൂയ, സ്തോത്രം. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്യുത സർപ്പമായ ലിവിയാദാനെയും വക്രസർപ്പമായ ലിവിയാദാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ കൊന്നുകളയും. സിസ്റ്റമാറ്റിക് ആയിട്ട് നാം ദൈവവചനം പഠിക്കുമ്പോൾ 27-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം സാത്താന്യ ട്രിനിറ്റിയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വക്രസർപ്പം, വിദ്യുത സർപ്പം, കടലിലെ സർപ്പം, സാത്താന്റെ ട്രിനിറ്റി. ഹല്ലേലൂയ. പഴയ പാമ്പായ സാത്താൻ, എതിർക്രിസ്തു, കള്ളപ്രവാചകൻ, ഇതിനെ കുത്തിക്കളയുന്നു. സാത്താന്റെ വലിയ ശക്തി, ഹല്ലേലൂയ, വക്രസർപ്പത്തിന്റെ വലിയ ശക്തി, മഹാസർപ്പത്തിന്റെ വലിയ ശക്തിയൊക്കെ കാണുമെങ്കിൽ തന്നെയും ഈ 1-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ അകം ബലപ്പെടും. എന്താണ്? ഇതൊക്കെ എല്ലാം വലിയ ശക്തിയാണെങ്കിലും കടുപ്പവും വലിപ്പവും ബലവുമുള്ളതായ ഒരു വാള് കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഏതു വാളാണ്? ദൈവവചനമെന്ന വായ്ത്തലയുള്ള വചനമെന്ന വാളാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ അധരത്തെ, ഹല്ലേലൂയ, അവൻ ശക്തിയേറിയ മൂർച്ചയേറിയ വാളാക്കി മാറ്റുന്നു എന്നാണ് യിശയ്യാ പ്രവചനം 49-ന്റെ 2-ാം വാക്യത്തിൽ കാണുന്നത്. നിനക്കെതിരെ ശത്രു എത്ര ശക്തിയോടുകൂടെ വാടരോടിയാലും, അത് രോഗമായാലും, അത് ബന്ധനമായാലും, അത് തലമുറയോടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, ഹല്ലേലൂയ, നിന്റെ കയ്യിലൊരു വാള് തന്നിട്ടുണ്ട്. എന്തോ വാളാണ്? തിരുവചനമെന്ന, ഇരുവായ്ത്തലയുള്ള വചനമെന്ന വാള് നിന്റെ അധരത്തിൽ കർത്താവ് തന്നിരിക്കുകയാണ്. അവർ ദൈവവചനവും സാക്ഷ്യമെന്ന ദൈവവചനവും, ഹല്ലേലൂയ, സ്തോത്രം, കുഞ്ഞാടിന്റെ രക്തവും ഹേതുവായി സാത്താനെ ജയിച്ചു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് തകർക്കുന്നത്, സാത്താന്യ ശക്തികളെ തകർക്കുന്നത് വചനമെന്ന ശക്തിയേറിയ വാളുകൊണ്ടാണ്. ആ വചനം തന്നെയാണ് കർത്താവ് നിന്റെ അധരത്തിൽ തന്നിരിക്കുന്നത്. ഓ സ്തോത്രം. റോമാലേഖനം 10-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ പറയുന്നു, യേശു തമ്പുരാനെ സ്വർഗത്തിൽ നിന്നിറക്കുവാനോ ഭൂമിയുടെ അധോഭാഗത്തു നിന്ന് കൊണ്ടുവരുവാനോ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പ്രത്യുത വചനമായവൻ, വചനം നിന്റെ സമീപത്തുണ്ട്, വചനം നിന്റെ അധരത്തിലുണ്ട്. ഈ വചനത്താൽ ദുഷ്ടശക്തിയെ, ഹല്ലേലൂയ, നിനക്ക് ജയിക്കുവാൻ സാധിക്കും. അവൻ കെട്ടിയ ബന്ധനങ്ങളെ അറക്കുവാൻ സാധിക്കും. അവൻ കൊണ്ടുവന്നിരിക്കുന്ന ശാപങ്ങളെ, കയറുകളെ, ഹല്ലേലൂയ, അറുത്തു മാറ്റുവാൻ സാധിക്കും. ഇന്ന് രാത്രി നീ വിശ്വാസത്തോടുകൂടെ എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതിൽ നിനക്ക് ഉത്തരം തരുന്ന കർത്താവിൽ പൂർണ്ണമായി ആശ്രയം വെക്കുക. നിസാര കാര്യങ്ങൾ മാത്രം വെക്കരുത്, തലവേദന മാത്രം വെക്കരുത്, ഹല്ലേലൂയ, മറ്റു ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം വെക്കല്ല. അതിലൊക്കെ നമുക്ക് വിശ്വാസമാണ്, കർത്താവ് എന്റെ തലവേദനയെ മാറ്റും. എന്നാൽ എന്റെ കർത്താവിനാൽ കഴിയാത്ത മറ്റൊരു കാര്യവുമില്ല ദൈവജനമേ. ഇന്ന് രാത്രി വിശ്വാസത്താൽ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, ഹല്ലേലൂയ, എന്ന്, ഹല്ലേലൂയ, പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് രക്ഷ, ഹല്ലേലൂയ, എന്ന മതിലിനുള്ളിൽ ദൈവവചനം എന്ന ശക്തിയേറിയ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാളാകുന്ന വചനം നമ്മുടെ അധരത്തിൽ തന്നിട്ടുണ്ട്. ഈ വചനത്താൽ ജയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാലത്തെ പാപത്തിൽ ജീവിച്ചിരുന്നതായ
ഇസ്രയേൽ മക്കൾ ഹല്ലേലൂയ കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്നതാണ് യിശയ്യാ പ്രവചനം 5-ാം അധ്യായത്തില് ഒക്കെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ 27-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 2-ാം വാക്യത്തിൽ അന്ന് നിങ്ങൾ മനോഹരമായൊരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ടുപാടുവേ. ഹല്ലേലൂയ കാട്ടുമുന്തിരിങ്ങ ഒക്കെ മാറി ഇപ്പോൾ കർത്താവിന്റെ മുന്തിരിത്തോട്ടം മനോഹരമായി. കാര്യം എന്താണ്? ദൈവത്തിന്റെ വചനമെന്ന കടുപ്പവും വലിപ്പവും ബലവും ഉള്ളതായ ദൈവത്തിന്റെ വചനമെന്ന വാൾ കൊണ്ട് വിദ്രുത സർപ്പത്തെയും വാക്രസർപ്പത്തെയും കടലിലെ മഹാസർപ്പങ്ങളെയും കൂത്തിക്കളഞ്ഞ് അതിന്റെ തലയെ തകർത്തതുകൊണ്ട് ഹല്ലേലൂയ തിരുസഭയെ പറ്റി ഹല്ലേലൂയ ഒരു പാട്ട് പാടുവാൻ സാധിക്കും. ഇന്ന് രാത്രി വിശ്രമിക്കുവാനായിട്ട് പോകുന്ന സമയമാണല്ലോ. രക്ഷയുടെ പാട്ട് പാടിക്കൊണ്ട് വിശ്രമിച്ചാട്ടെ, വിടുതലിന്റെ പാട്ട് പാടിക്കൊണ്ട് വിശ്രമിച്ചാട്ടെ, സൗഖ്യത്തിന്റെ പാട്ട് പാടിക്കൊണ്ട് വിശ്രമിച്ചാട്ടെ. നിന്റെ അധരത്തിൽ ദൈവത്തിന്റെ വചനം ശക്തിയോടുകൂടെ വരട്ടെ. ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഹല്ലേലൂയ. എന്നെ പൂർണ്ണമായി വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ വചനത്താൽ ഹല്ലേലൂയ അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഉത്തരം നേടുകയാകുന്നുവെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രി കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം, ദൈവശബ്ദം നമുക്ക് കേൾപ്പാനിടയായി തീർന്നുവല്ലോ. വചനത്തിന്റെ വാതില് വിലപ്പെട്ട ഭക്തന്റെ ദൈവം തുറന്നു കൊടുത്തുവല്ലോ. നമുക്ക് പൃഷ്ഠഭോജനവും മട്ടോറിയ വീഞ്ഞും അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. രക്ഷ എന്ന മതിൽ നമുക്കുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ ശക്തമായി നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നോഹയും കൂട്ടരും പേട്ടകത്തിൽ ഹല്ലേലൂയ സുരക്ഷിതരായി ദൈവത്തിന്റെ കരങ്ങളാൽ മറയ്ക്കപ്പെട്ട് കാത്തു പരിപാലിച്ച മഹാദൈവം സംരക്ഷിച്ചതുപോലെ പുതിയ നമ്മെ സ്വയലായിരിക്കുന്ന നമുക്കും നമ്മെ സംരക്ഷിക്കുന്ന ദൈവം, സൂക്ഷിക്കുന്ന ദൈവം ഹല്ലേലൂയ സ്തോത്രം. ഓ, നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുവാൻ ശത്രു ഭാവിച്ചപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട്, ഹല്ലേലൂയ നമ്മുടെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ശത്രുവിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മളെ കേൾപ്പിച്ച ദൈവശബ്ദത്തിന്റെ മുമ്പില്, ദൈവത്തിന്റെ അരുളപ്പാടിന്റെ മുമ്പിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്ന ഭാഗങ്ങൾ മുതൽ ഇന്ന് രാത്രികാലം 3 അധ്യായങ്ങളിലും മറ്റു വേദഭാഗങ്ങളിലേക്കൊക്കെയും പോയി ചിന്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നല്ല മുന്തിരിവള്ളിയായി നട്ടിരിക്കെ ഹല്ലേലൂയ നല്ല ഫലം കായ്ക്കുമെന്ന് ദൈവം കാത്തിരുന്നു. എന്നാൽ പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിങ്ങയായിരുന്നു ഫലം. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ ഹല്ലേലൂയ സ്തോത്രം നല്ല മുന്തിരിങ്ങ ഫലം കായ്ക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഫയലിനെ കുറിച്ച് നമുക്ക് ഇന്ന് രാത്രികാലം കേൾപ്പാൻ ഇടയായി തീർന്നുവല്ലോ. ദൈവം വലിയ പ്രതീക്ഷയോടെയാണ് നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്, നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് തരുന്ന തലമുറകളെ കുറിച്ച് അതൊക്കെ നാം ഓർക്കണം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവത്തിന് കൊടുക്കേണ്ട നമ്പർ 1 ഹല്ലേലൂയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവത്തിന് കൊടുക്കേണ്ടതെല്ലാ നന്മകളും ഹല്ലേലൂയ ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല. അവിടുത്തെ കരങ്ങളിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മളൊന്നും ഇല്ലാത്തവരായി ഈ ഭൂമി വന്നു. നമുക്ക് തന്നിരിക്കുന്ന നന്മകളെല്ലാം ദൈവം തന്ന നന്മകളാണ്. ദൈവം തരാത്തതൊന്നും നമുക്കില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ധനവും മാനവും പുരാന സമ്പത്തും നീതിയും നമ്മുടെ ദൈവത്തിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. രക്ഷയുടെ ഉറവിടമായി മാറുവാൻ കാരണം ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞതായ സന്ദർഭങ്ങൾ ഓർക്കണം. രാത്രികാലം ഇസ്രായേൽ മക്കൾ എത്രമാത്രം ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞെങ്കിലും ദൈവം അവരെ ഉപേക്ഷിച്ച് തള്ളിക്കളയാൻ അവരുടെ കഷ്ടതകളിൽ യഹോവയോട് നിലവിളിച്ചു. ദൈവം മഹാകരുണയുള്ള ദൈവം അവരെ എത്രമാത്രം രക്ഷിച്ച് വിടുവിച്ച് എത്രമാത്രം മനസ്സലിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഈ രാത്രികാലം നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. യഹോവേ അവരുടെ ദൈവമായി രക്ഷയുടെ ഉറവിടമായി ആദ്യമായി അംഗീകരിക്കുന്നു. ഹല്ലേലൂയ. രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരാൾ വരണമെങ്കിൽ
ഹല്ലേലൂയ. ദൈവമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരണം. അങ്ങനെ മാനസാന്തരപ്പെട്ട ഇസ്രായേൽ ജനം ബലമുള്ള ജാതിയായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മുഴുവൻ ക്രെഡിറ്റ് നമ്മുടെ ദൈവത്തിനാണുള്ളത്. ദൈവം നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട്, നമ്മിലുള്ളത് കൊണ്ട് ആ ബലമുള്ള ജാതി. ദൈവം നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നാം ഏതുമില്ല എന്ന് മനസ്സിലാക്കണം. ദൈവം നമ്മിലുണ്ടോ, നമുക്ക് സകലമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്നിൽ വസിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. എത്ര അതിവിശുദ്ധനായ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ വിശുദ്ധരായിരിക്കണം. ദൈവഭക്തരുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചു. നാം അതിവിശുദ്ധനായ ദൈവം നമ്മിൽ വസിക്കണമെങ്കിൽ നാം വിശുദ്ധരായി നമുക്ക് തന്നിരിക്കുന്ന ഹല്ലേലൂയ പരിശുദ്ധാത്മകാര്യസ്ഥൻ സകല സത്യത്തിലും നീതിയിലും സകല ഗൈഡൻസും തരുന്നത് ഈ പരിശുദ്ധാത്മാവാകുന്നതുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രാർത്ഥിപ്പാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത് പരിശുദ്ധാത്മകാര്യസ്ഥനാകുന്നു. നല്ല പ്രവൃത്തി ചെയ്യുവാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്നു. കിട്ടുന്ന സമയങ്ങളൊക്കെ മുഴങ്കാലും മടക്കുക, പ്രാർത്ഥിക്കായിട്ട് പറയിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്നു. നല്ല പ്രവർത്തിക്കായിട്ട് മാത്രമാണ് പരിശുദ്ധാത്മാവായ കാര്യസ്ഥൻ നമ്മളെ സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും. അത് ചെയ്യരുത്, ഇത് ചെയ്വീരെന്ന് നമ്മോട് പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് പൂർണ്ണമായ ഹല്ലേലൂയ കീഴ്പ്പെടൽ നമുക്ക് ആവശ്യമായിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ നമ്മെ അന്ത്യകാലത്തിലേക്ക് മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാകുന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. ദുഷ്ടന്മാരുടെ ഭീഷണി അവരുടെ നേരെ ആഞ്ഞടിച്ചപ്പോൾ ദൈവം അവർക്ക് സംരക്ഷണം നൽകി. അതിനാൽ അവർ ആശ്വാസം പ്രാപിക്കും. നമുക്ക് അത് തന്നെ പഴയ ഇസ്രായേലിനെ ഇത്രമാത്രം സംരക്ഷിച്ചെങ്കിൽ പുതിയ ഇസ്രായേലിനും പോരും പോരാട്ടങ്ങളും കടന്നു വരുമ്പോൾ അതിന്റെ മധ്യത്തിലും നമ്മളെ നിലനിർത്തുന്നതും ഉറപ്പും ധൈര്യവും തരുന്നതും പരിശുദ്ധാത്മകാര്യസ്ഥൻ ഹല്ലേലൂയ നമ്മളെ ആശ്വസിപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു, നമ്മുടെ നിരാശകളെല്ലാം മാറ്റിത്തരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പുതുമേറിയ ജീവിതം നമുക്ക് നൽകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദുഷ്ടനായവൻ ശത്രുവായവൻ നമ്മളെ തകർക്കാൻ എടുക്കുമ്പോൾ നമ്മെ തൊടുവാൻ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. അത് നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സംരക്ഷണം നൽകി. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ ഹല്ലേലൂയ ആശ്വാസം നൽകി അനുഗ്രഹിക്കുന്നു. സ്തോത്രം. പുതിയ ദിവസയിലായിരിക്കുന്ന നമുക്കും നമ്മുടെ കർത്താവ് നമുക്ക് സംരക്ഷണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ദൈവസഭയ്ക്കും നൽകുന്നു. അതോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മീയമായ അന്ധതകളൊക്കെ മാറി ഹല്ലേലൂയ മൂടുപടം ഹല്ലേലൂയ നീങ്ങുമ്പോൾ ആത്മീയ അന്ധതയെല്ലാം മാറി ഹല്ലേലൂയ അവസ്ഥ നമ്മുടെ അവസ്ഥക്കെല്ലാം മാറ്റം വരുത്തി. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ പരിപാലിക്കുന്ന ദൈവമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മശിഹായോട് കൂടെ ഹല്ലേലൂയ. സ്തോത്രം. ഭരണത്തിന് കീഴിൽ നമുക്ക് നമ്മുടെ കർത്താവിനോടുകൂടെ മശിഹായോടുകൂടെ വസിപ്പാനുള്ള ഭാഗ്യം നൽകിയിരിക്കുകയാവും. ദൈവത്തിന്റെ സ്തോത്രം. ഇസ്രായേലിന്റെ ആരാധനയും സാക്ഷ്യവും ഹല്ലേലൂയ. ഇസ്രായേലിൽ നിന്നും പുറപ്പെട്ടതായ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നപ്പോൾ പാടി ദൈവത്തെ ഉച്ചത്തിൽ ആരാധിച്ച് സ്തുതിച്ചതുപോലെ ഇവിടെയും ദൈവത്തെ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാവുന്ന. സ്തോത്രം. സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നു എന്നത് എല്ലാ കാലത്തുമുള്ള ദൈവജനത്തിന്റെ അനുഭവം, സന്തോഷം, ആനന്ദം, സമാധാനം. ഹല്ലേലൂയ. ദൈവമാകുന്ന ഹല്ലേലൂയ ശാശ്വത പാറയിലാണ് ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ സുരക്ഷിതത്വം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. അതുമാത്രമല്ല ഹല്ലേലൂയ. സ്തോത്രം. ഇസ്രായേൽ തളിർത്ത് പൂക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ ദൈവം കാണുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിന്റെ മധ്യത്തിലും ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് ദൈവമാണ് ഗൈഡൻസ് കൊടുക്കുന്നത്. നമ്മുടെ ദൈവം ഇസ്രായേൽ ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. ഇതിനേക്കാൾ വലിയ വാക്തത്വം എന്താണ്? ഇസ്രായേലിന്റെ നടുവില്, നമ്മുടെ പുതിയ ഇസ്രായേലായിരിക്കുന്ന നമ്മുടെ നടുവില്, വിശുദ്ധന്മാരുടെ മധ്യത്തിൽ, 2-3 പേർ കൂടി വരുന്ന മധ്യത്തിൽ ഹല്ലേലൂയ നമ്മുടെ ദൈവമുണ്ട്. നാം ബലമുള്ള ജാതി. ശത്രുക്കൾ എത്രമാത്രം ആരവം മുഴക്കി നമ്മളെ തകർക്കാൻ നശിപ്പിക്കാൻ കടന്നു വന്നാലും
ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്, ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. മനുഷ്യന്റെ കഴിവ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്തോ കഴിവുണ്ട് നമുക്ക്, ദൈവം തന്ന കഴിവല്ലാതെ നമുക്കൊരു കഴിവുമില്ല. നമ്മുടെ ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ഇതുവരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിപ്പാൻ പോകുന്നു. ദേശത്തുടനീളം തീവ്രവാദികളും കൊലപാതകന്മാരും എന്തും ചെയ്യാൻ പഠിക്കാത്തതായ ദുഷ്ട മനുഷ്യർ എഴുന്നേറ്റിരിക്കുകയാവുന്നു. നശിപ്പിക്കുക, ഇതവരുടെ ലക്ഷ്യം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. കൊട്ടേഷ സംഘങ്ങളും ഹല്ലേലൂയ സ്തോത്രം, അവരെന്തും ചെയ്യുവാൻ പഠിക്കാതെ കൂടാൻ നടക്കുമ്പോൾ ദൈവ കുഞ്ഞുങ്ങളെ തൊടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നാം 1-ാം സങ്കീർത്തനം ഏത് സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് പാടി ആ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും അവരുടെ വഴി നടക്കാതെയും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും അവന്റെ ഹല്ലേലൂയ വിരുദ്ധതിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ അവനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ സ്തോത്രം. ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിപ്പാൻ ഒരു മനുഷ്യന് സാധിക്കില്ല എങ്കിലും എന്നാൽ ന്യായപ്രമാണത്തോട് നമുക്ക് പ്രിയമുണ്ട്. അതിനാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷയാണ്, വിടുതലാണ്. സ്തോത്രം. രാത്രിക്കാലം നമ്മളെ കേൾപ്പിച്ച ദൈവശബ്ദത്തിന്റെ മുമ്പിൽ നമുക്ക് പൂർണ്ണമായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനപ്രകാരം ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. വചനം സംസാരിച്ച ദൈവഭക്തരെ സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മകളെ കുടുംബമായി നമുക്ക് ഓർക്കാൻ പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെയും അവരുടെ സഹോദരങ്ങളായി വീട്ടുകാരും കുടുംബക്കാരെയും എല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹ സമൃദ്ധി ദൈവം പകരുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നിർമ്മാണ ദിനങ്ങളിലും വചനത്തിന്റെ വിലേറിയ വാതിൽ തുറന്നുകൊണ്ട് ദൈവശബ്ദം കേൾക്കുവാൻ സ്വർഗത്തിന് ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇത് സംബന്ധിച്ച് എല്ലാവരെയും നമ്മളെ ഒരുമിച്ച് കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിച്ചുവല്ലോ. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നടന്ന കർത്താവിന്റെ ദാസിയും കുഞ്ഞുങ്ങളെ 3 പേരെയും മമ്മിയെവരെയും എല്ലാ പ്രവർത്തനങ്ങളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ ഓരോ കുടുംബങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവാം ദൈവമേ, പുത്രനാം ദൈവമേ, പരിശുദ്ധാത്മാവാം ദൈവമേ, ദൈവത്തിന്റെ വിലപ്പെട്ട സാന്നിധ്യത്തിന്റെ രാത്രികാലങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചുവല്ലോ. വചനത്തിന്റെ ഭാഗം ഞങ്ങളുടെ വിലപ്പെട്ട ഭക്തരെ കൊണ്ടുകൊടുത്തതിനായി നന്ദി കരയേറ്റത്. ദീർഘായുസ്സുകൊണ്ട് പൂർത്തിപ്പെടുത്തണമേ. മകളെ കുടുംബമായി കുഞ്ഞുങ്ങളെയും ദാസിനെയും ദാസിയെയും അവരുടെ സഹോദര കുടുംബങ്ങളായി കുഞ്ഞുങ്ങൾ, വീട്ടുകാർ, കുടുംബക്കാർ, ഈ പ്രദേശം സംബന്ധിക്കുന്ന ഓരോ കുടുംബങ്ങളോട് വീട്ടുകാർ, കുടുംബക്കാർ, യാത്രക്കാർ, സഹോദരങ്ങൾ വചനം നടന്ന കർത്താവിന്റെ ദാസിനെയും ദാസിയെയും കുഞ്ഞുങ്ങളെ 3 പേരും മമ്മിക്കായി സഹോദര കുടുംബങ്ങളെയും പ്രവർത്തനങ്ങളെയും എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിൽ പുതിയ കുടുംബങ്ങളൊക്കെയും കടന്നു വന്ന് അനുഗ്രഹം അനുഭവിപ്പാൻ ഈ പ്രേയറിലെ നിമിത്തം പതിനായിരങ്ങൾ രക്ഷിക്കപ്പെട്ട് അവിടുത്തെ വരവിനായി ഒരുങ്ങുവാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രേയറിലെയും ഓരോ സെക്ഷനിലും കടന്നു വരുന്ന കർത്താസന്മാർ, വചനം സൂക്ഷിക്കുന്നവർ, പാട്ട് പാടുന്നവർ, ലീഡ് ചെയ്യുന്നവർ എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു ദോഷവും വരാതെ പരിപാലിക്കണമേ. ചെറുതായാലും വലുതായാലും തിരുമേനിയുടെ വിലയേറിയ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കളെയും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാല സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ പകർന്നതിനായി നന്ദി കരയേറ്റുന്നു. ഈ രാത്രി സുഖവർക്കങ്ങൾ തരണം. രാത്രി എഴുന്നേറ്റൊക്കെ അപ്പച്ചനെ സ്തുതിപ്പാൻ നാഥ എല്ലാവരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുനോനപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച എല്ലാവരും നടന്ന ദൈവപരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസം അടികളോർന്ന് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും രാത്രികാലം സംബന്ധിച്ച എല്ലാവരുടെ മേലും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇന്ന് വന്ന നീക്കം കർത്താവിന്റെ 2ാമത്തെ മേഘപ്രത്യക്ഷവരെ എപ്പോഴും കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്ത് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുവാൻ തക്കോണം ദൈവദാസനിൽ കൂടി ഇന്ന് രാത്രികാലം നമ്മെ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതായ വചനം കേൾക്കുവാൻ തക്കോണം, ഗ്രഹിക്കുവാൻ തക്കോണം രാത്രികാലം കർത്താവ് നമുക്ക് കൃപ നൽകിയതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനോടും വചനം സംസാരിച്ച കർത്താവിന്റെ ദാസനോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. രാത്രികാലം മനോഹരമായ പാട്ട് പാടിയതായ പ്രിയ സിസ്റ്റർ റിൻസിയുള്ള നന്ദി അറിയിക്കുന്നു. ലൈനിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. സീ യു അഗൈൻ ടുമോറോ മോർണിംഗ് അറ്റ് 5 o'clock. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
Thank you.